നമസ്തേ. ഭഗവാൻ കൃഷ്ണന് ഭഗവാന്റെ ഭക്തരോട് എത്രത്തോളം വാത്സല്യമുണ്ട് എന്ന് പറയുന്ന ഒരു കഥയാണ് പറയുന്നത്. ഭഗവാൻ ഭക്തദാസൻ എന്നാണ് കഥയുടെ പേര്. അപ്പോൾ കുരുക്ഷേത്ര മഹായുദ്ധം നടക്കുന്ന ആ രാത്രി ദുര്യോധനൻ ഭീഷ്മ പിതാമഹൻ്റെ കൂടാരത്തിൽ ചെന്നിട്ട് പിതാമഹനോട് പുച്ഛരസത്തിൽ ഇങ്ങനെ പറയുന്ന കാര്യമാണ്: പിതാമഹ, അങ്ങ് പാണ്ഡവരെ രക്ഷിക്കാൻ പാതി മനസ്സോടെയാണ് ഞങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭീഷ്മർ പറയുകയാണ്: ദുര്യോധന, നീ വെറുതെ ഓരോന്ന് സങ്കല്പിക്കുകയാണ്. നാളെ നീ നോക്കിക്കോ, പാണ്ഡവരെയെല്ലാം ഞാൻ തുരത്തി ഓടിക്കുന്നത് നിനക്ക് കാണാം. അങ്ങനെ ഭീഷ്മർ പറഞ്ഞു. അപ്പോൾ ദുര്യോധനൻ പറയുകയാണ്: ശരി, അങ്ങനെയാകട്ടെ. എനിക്ക് ഉറപ്പ് കിട്ടാനാണ് ഞാനിങ്ങനെ അങ്ങയെ ചൊടിപ്പിച്ചത്. അങ്ങ് അവരെ തോൽപ്പിക്കുമെന്ന് മാത്രം ഏറ്റാൽ പോരാ, നിഗ്രഹിക്കുമെന്ന് തന്നെ പറയണം എന്ന് പറഞ്ഞിട്ട് ദുര്യോധനൻ തിരികെ പോയി. ഈ വൃത്താന്തം എങ്ങനെയോ അന്ന് രാത്രി തന്നെ പാണ്ഡവരുടെ പാളയത്തിലെത്തി. അത് പാണ്ഡവരെ പരിഭ്രാന്തരാക്കി. ആർക്കും തന്നെ ഭീഷ്മരെ നേരിടാൻ വയ്യെന്ന് തോന്നി. അതുകൊണ്ട് ദ്രൗപദിയും അത്യധികം വിഷമിച്ചിങ്ങനെ ഭഗവാനെ സ്മരിച്ചു. ഭീഷ്മർ താൻ കൗരവരെ സഹായിക്കുമെങ്കിലും പാണ്ഡവർ ജയിക്കുമെന്നും എന്തെന്നാൽ ധർമ്മം പാണ്ഡവ പക്ഷത്താണെന്നും പറഞ്ഞ പിതാമഹൻ ഇതാ ഇപ്പോൾ പാണ്ഡവരെ നിഗ്രഹിക്കാമെന്ന് വാക്കു കൊടുക്കുന്നു. കൃഷ്ണ, ആപൽ ബാന്ധവ, അങ്ങെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് എപ്പോഴും ആശ്രയം. കൃഷ്ണനെ സ്മരിച്ച മാത്രയിൽ ഭഗവാൻ ദ്രൗപദിയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു: ഭദ്രേ ദ്രൗപദി, നീ എന്തിനു ദുഃഖിക്കുന്നു? നീ എന്നോടൊപ്പം ശബ്ദമുണ്ടാക്കാതെ വരൂ. ആ കൂരാകൂരുരുട്ടിൽ യുദ്ധക്കളത്തിൽ അങ്ങുമിങ്ങും ചിതറിക്കിടക്കുന്ന നിരവധി ശവങ്ങൾക്കിടയിലൂടെ അവരിരുവരും നടന്ന് ഭീഷ്മരുടെ കൂടാരവാതുക്കൽ എത്തി. എന്നിട്ട് കൃഷ്ണൻ പതുക്കെ ദ്രൗപദിയോട് പറഞ്ഞു: ദ്രൗപദി, നീ നിന്റെ പാദകം അഴിച്ചു തരൂ, അത് ശബ്ദമുണ്ടാകുന്നു. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ കൂടാരത്തിൻ്റെ പ്രവേശദ്വാരത്തിലേക്ക് കടക്കൂ. അപ്പോൾ ദ്രൗപദി പറഞ്ഞു: ശരി. അങ്ങനെ ആരോ ഒരു വൃത്തൻ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിതാകുലനായി നടക്കുന്നുണ്ട്. നീ തല കുനിച്ച് നേരെ ചെന്ന് അദ്ദേഹത്തെ കുമ്പിട്ട് വന്ദിക്കൂ. കൃഷ്ണൻ പറഞ്ഞത് കേട്ട് ദ്രൗപദി അകത്ത് കടന്ന് പറഞ്ഞപടി ഭീഷ്മരെ വന്ദിച്ചു. അർദ്ധരാത്രിയിൽ ഏതോ സ്ത്രീ വന്ന് തന്നെ കുമ്പിട്ടതിൽ അദ്ദേഹം ഉടനെ തന്നെ കാണുന്നില്ലല്ലോ, ദീർഘ സുമംഗലീ ഭവ എന്ന് അവരെ ആശീർവദിച്ചു. അങ്ങനെ ദ്രൗപദി എഴുന്നേറ്റ് മുഖമുയർത്തിയപ്പോൾ ദ്രൗപദിയാണെന്നറിഞ്ഞ ഭീഷ്മർ വിസ്മയത്തോടെ ചോദിച്ചു: ദ്രൗപദി അല്ലേ ഇത്? എന്തേ നീ ഈ ഇരുട്ടത്ത് ഇവിടെ വന്നത്? നിന്റെ കൂടെ ആര് തുണ വന്നില്ലേ? ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അപ്പോൾ ദ്രൗപദി പറയുകയാണ്: ഞാൻ മുത്തശ്ശൻ്റെ അനുഗ്രഹം തേടി വന്നതാണ്. തുണയായി ഭഗവാൻ കൃഷ്ണനുണ്ട്. അങ്ങനെ പ്രവേശദ്വാരത്തിൽ പുറത്ത് കൃഷ്ണനെ കണ്ട് ഭീഷ്മർ ക്ഷണിച്ചു: അകത്ത് വരൂ. കൃഷ്ണ, താങ്കളുടെ പദ്ധതിയാണല്ലേ? എന്താണ് താങ്കളുടെ തോളിൽ തൂങ്ങിക്കിടക്കുന്നത്? പാദുകങ്ങളാണെന്ന് തോന്നുന്നുവല്ലോ. അപ്പോൾ ഭഗവാൻ പറയുകയാണ്: അതേ പിതാമഹ, ദ്രൗപദിയുടെ പാദുകങ്ങൾ തന്നെ. അവൾ നടക്കുമ്പോൾ പാദുകങ്ങളുടെ കരകരാ ശബ്ദം വല്ലാതെ ശല്യമുണ്ടാക്കുമെന്ന് കണ്ടപ്പോൾ കയ്യിൽ വാങ്ങി. അപ്പോൾ ദ്രൗപദി തൻ്റെ പാദുകങ്ങൾ ഭഗവാൻ സ്വന്തം കൈകളിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ട് ഞെട്ടി. കൃഷ്ണ, ഭഗവാനെ, എന്തോ ഒരു മഹാവിപത്ത് എനിക്ക് സംഭവിക്കാൻ പോകുന്നുവെന്ന് അങ്ങയുടെ ഈ പ്രവൃത്തി എന്നെ ഭയപ്പെടുത്തുന്നു. അപ്പോൾ കൃഷ്ണൻ ദ്രൗപദിയെ ആശ്വസിപ്പിച്ചു: സഹോദരിയുടെ പാദുകം സഹോദരൻ ചുമക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അതിനെ ചൊല്ലി ദുഃഖിക്കേണ്ട. പിതാമഹൻ്റെ അനുഗ്രഹം നിനക്ക് ലഭിച്ചുവല്ലോ. ഇനി ഒരു നിലയ്ക്കും വേവലാതിപ്പെടേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഭീഷ്മർ ഇടയിൽ കടന്നു പറഞ്ഞു: കൃഷ്ണ, ദ്രൗപദി യാതൊന്നും തന്നെ ആവശ്യപ്പെട്ടില്ല. ഞാൻ അവളെ പതിവിൻപടി ദീർഘസുമംഗലീ ഭവ എന്ന് ആശീർവദിച്ചുവെന്ന് മാത്രം. ഓരോരുത്തർക്കും ലഭിക്കുന്നത് അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട കർമ്മഫലങ്ങൾ മാത്രം, അത്രയേയുള്ളൂ. അങ്ങയുടെ അനുഗ്രഹം വലിയ ഭാഗ്യമായി. പാണ്ഡവന്മാർ ദീർഘായുസുകളാകുമെന്നായല്ലോ ഭഗവാൻ പറഞ്ഞു. കൃഷ്ണ, ഭക്തരക്ഷയ്ക്കെത്തുന്നതിൽ താങ്കൾക്ക് തുല്യനായിട്ട് ആരുമില്ല. വേണ്ടി വന്നാൽ അവരുടെ പാദകം ചുമക്കാനും താങ്കൾ സന്നദ്ധനാണ്. താങ്കളിൽ അഭയം തേടിയവർ അനുഗ്രഹീതർ തന്നെ, സംശയമില്ല. മുത്തശ്ശ, ദുര്യോധന ജ്യേഷ്ഠന് അങ്ങ് നൽകിയ വാഗ്ദാനം ഒട്ടൊന്നുമല്ല ഞങ്ങളെ പരിഭ്രാന്തരാക്കിയത്. ദ്രൗപദി തൻ്റെ സന്തോഷം വെളിവാക്കി. കൃഷ്ണനും കൃഷ്ണയും ഞങ്ങളുടെ ശ്രമത്തിൽ വിജയിച്ചു എന്ന് ഭീഷ്മരോട് ഇങ്ങനെ പറഞ്ഞിട്ട് അവരവിടുന്ന് വിടവാങ്ങി. അവർ കൂടാരം വിട്ട് അകലുന്നത് നോക്കി ഭീഷ്മർ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്: ഹേ ഭക്തവത്സല, ദീനബന്ധോ, അവിടുത്തെ ഭക്തവാത്സല്യം അവർണ്ണനീയം തന്നെ.
തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവിടത്തേക്ക് എത്രത്തോളം താഴാനും എന്തും ചെയ്തു കൊടുക്കാനും ഒരു വൈമനസ്യവുമില്ല. അങ്ങനെ ഭഗവത് പ്രീതി ലഭിച്ച ഇത്രയേറെ ഭക്തന്മാർ അവിടുത്തെ പോലെ മറ്റൊരു അവതാരമൂർത്തിക്കുമില്ല എന്നിങ്ങനെ ഭീഷ്മർ അവിടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഭക്തവത്സലനായ ഭഗവാനെ ഉള്ളു തുറന്ന് തന്നെ പ്രാർത്ഥിച്ചോളൂ, ഭഗവാൻ ഉറപ്പായും ഫലം തരുന്നതാണ്.